ഒരു മുറി മത്തങ്ങയും 3 മുട്ടയും ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? എന്നാൽ ഇങ്ങോട്ട് പോരെ, നമുക്ക് ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത മത്തങ്ങയെല്ലാം വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ മത്തങ്ങ ഒരു പരുവത്തിന്, അതിൻ്റെ ഒരു നിരപ്പിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. മുങ്ങിക്കിടക്കുന്ന രീതിയല്ല, നമ്മൾ മത്തങ്ങ ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ആ ഒരു പരുവത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ വെന്ത് കിട്ടണം. ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്കിത് വെന്ത് വരും. വെന്തോന്ന് അറിയാൻ വേണ്ടി എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മളൊരു സ്പൂൺ എടുത്ത് നമ്മളൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കട്ടായി വരും. കണ്ടോ, ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുന്നേ ഉള്ളൂ. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളമൊക്കെ അരിച്ച് കളഞ്ഞിട്ട് മത്തങ്ങ മാത്രമായിട്ട് എടുത്ത് വേറൊരു ബൗളിൽ എടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഞാനിവിടെ എടുത്തത് പ്ലാസ്റ്റിക്കിൻ്റെ ബൗളിലാണ്. ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ ബൗളിനകത്ത് ഇങ്ങനെ ചൂടോടെ സാധനം ഇട്ടുകൂടാ, എനിക്കറിയാം. പക്ഷേ എന്നാലും വീഡിയോ എടുത്ത സമയത്ത് അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ആ ഒരു തെറ്റ് ആരും ആവർത്തിക്കരുത്. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്പൂൺ കൊണ്ട് വെച്ച് തന്നെ ഇങ്ങനെ ഉടച്ചെടുക്കുക. സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ഒക്കെ ഉടച്ചെടുക്കാം. ഞാൻ ചൂട് പോകുന്നതിന് മുമ്പാണ് ഇതെല്ലാം ചെയ്യുന്നത്. ചൂട് പോയിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം ഉടച്ചെടുക്കാൻ പറ്റും. നമ്മൾ മിക്സിയിലിട്ട് അരിക്കൊന്നും വേണ്ട. അപ്പോൾ എല്ലാം ഉടച്ചെടുത്തതിന് ശേഷം ഇതിനകത്ത് കുറച്ച് സാധനങ്ങളോട് നമുക്ക് ചേർക്കണം. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മുട്ട വേണമെന്ന്. 3 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുക്കുക. അരിഞ്ഞിടുന്നതിനേക്കാളും നല്ലത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി തിന്നായിട്ട് അരിഞ്ഞിടാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇനി ഗ്രേറ്റ് ചെയ്തെടുത്ത മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇനിയും കുറച്ച് സാധനങ്ങളൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കണം. ആദ്യം മുട്ട ഇട്ട് കൊടുത്തു. ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ ബ്രെഡാണ്. ഒരു 4 ബ്രെഡ് മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് പൊടിച്ചെടുത്തത്. ആ ബ്രെഡിൻ്റെ പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അടുത്തത് കുറച്ച് പൊടികളും കൂടെ നമുക്ക് ചേർക്കണം. ആദ്യമായിട്ട് മുളക് പൊടിയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ അടുത്തതായിട്ട് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുഴച്ചെടുക്കാൻ നമ്മളിവിടെ പറയും കേട്ടോ. നല്ല രീതിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ ആ ഒരു ബോൾ പോലെ ആക്കിയെടുക്കണം. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മത്തങ്ങയ്ക്കകത്തും മുട്ടയ്ക്കകത്തും ഒക്കെ ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം ഇനി ഉപ്പിൻ്റെ കുറവുണ്ട് എങ്കിൽ നിങ്ങൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ഒരു റോള് പോലത്തെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഉരുട്ടിയെടുത്തത് ഇനി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഉരുട്ടിയെടുത്ത ഓരോ ബോൾസും നമ്മൾ എന്ത് ചെയ്യണം, ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് മുക്കി എന്താണ് ആ ഒരു പൊടിയെല്ലാം അതിലേക്ക് ആക്കിയെടുക്കണം. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ബ്രെഡ് പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ ഇത്. അതിലേക്ക് ആക്കിയെടുത്ത് എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്കിത് എന്ത് ചെയ്യാം, എണ്ണയിലിട്ട് വറുത്ത് കോരാം. ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ. അത്യാവശ്യം കുഴിഞ്ഞ പാത്രം എടുക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണ മതി കേട്ടോ. പിന്നെ ഇച്ചിരി നേരം നിൽക്കണം. കുറച്ച് ആകുമ്പോഴത്തേക്ക് വലിയ പാത്രമാണെങ്കിൽ അത്ര എണ്ണ നമ്മൾ ഒഴിക്കേണ്ടി വരും. പിന്നെ അത് വേസ്റ്റായി പോവുകയും ചെയ്യും. ഇത് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ബ്രെഡ് നമുക്ക് ഓൾറെഡി അതിനകത്ത് കിടക്കുന്ന സാധനങ്ങൾ മൊത്തം കുക്കായിട്ടുള്ള സാധനങ്ങളാണ്. പെട്ടെന്ന് തന്നെ ഇതായി വരും. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഗോൾഡൻ കളർ പോലെ ആവും. കണ്ടോ, ഡാർക്ക് ബ്രൗൺ കളറാവും. നമ്മൾ ഈ കട്ട്ലറ്റൊക്കെ മേടിക്കുന്ന സമയത്ത് ഡാർക്ക് ബ്രൗൺ കളറിലല്ലേ കിട്ടുന്നത്. അതേ ഒരു ഷേപ്പിലാണ് നമുക്കിത്, ഷേപ്പല്ല കളറിലാണ് നമുക്കിതായി വരേണ്ടുന്നത്. അപ്പോൾ നമ്മുടെ പംകിൻ എഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പംകിൻ എഗ് റോളിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നാലേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കാണാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഈ വർഷത്തെ നോമ്പ് നിറയിൽ ഒരു ദിവസത്തെ ഡിഷ് ഇതായിരിക്കുന്ന പ്രതീക്ഷയോടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.